നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടുത്താനായി പല ഘട്ടങ്ങളിലൂടെ നമ്മൾ സഞ്ചരിക്കാറുണ്ട്. യോഗ ചെയ്യാറുണ്ട്, അതോടൊപ്പം തന്നെ അലോപ്പതി പോകാറുണ്ട്, അല്ലെങ്കിൽ ആയുർവേദം, ഹോമിയോപ്പതി, ഇങ്ങനെ പല സെക്ഷനിലായിട്ട് നമ്മൾ നമ്മുടെ ആരോഗ്യം വീണ്ടെടുക്കാനായിട്ട് ശ്രദ്ധിക്കാറുണ്ട്. ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ തെറാപ്പി ഇതെങ്ങനെ ചെയ്യുന്നു, പ്രാണിക് ഹീലിംഗ് എങ്ങനെ ചെയ്യുന്നു, ഹോമിയോപ്പതിക് ഫിസിഷ്യനാണ് എന്നോടൊപ്പം ഉള്ളത്. നമുക്ക് സംസാരിക്കാം ഈ ഒരു കാര്യങ്ങളെക്കുറിച്ചൊക്കെ. ഡോക്ടർ പ്രീത പ്രഭാകർ. ഡോക്ടർ, വെൽക്കം ടു ദ ഷോ. അപ്പോൾ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ്, അങ്ങനെ ഏതെങ്കിലും ഒരു പേഷ്യൻ്റ് വന്നിട്ട് അവർക്ക് ഇതുപോലെ സക്സസ് ആയി ലൈഫിൽ, അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഡോക്ടറിന് ഷെയർ ചെയ്യാൻ പറ്റും? ആക്ച്വലി നമ്മളിത് വളരെ കോൺഫിഡൻഷ്യലായിട്ടാണ് ചെയ്യുന്നത്. കാര്യം നമ്മൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും അങ്ങനെ പുറത്ത് വിടാറില്ല. പക്ഷെ ഞാനിപ്പോൾ മനസ്സിലാവാൻ വേണ്ടി ഇത് എന്താണെന്ന് പലർക്കും അറിയത്തില്ല. അപ്പോൾ അത് മനസ്സിലാവാൻ വേണ്ടി മാത്രമായിട്ട് ഞാൻ കുറച്ച് 2-3 എക്സാമ്പിൾസ് പറയാം. എൻ്റെ അടുത്ത് ഒരിക്കൽ ഒരു നല്ലൊരു നല്ലൊരു പോസ്റ്റിലിരിക്കുന്ന ഒരു ആള്, അദ്ദേഹത്തിൻ്റെ പ്രശ്നമെന്ന് വെച്ചാൽ ക്ലസ്ട്രോഫോബിയ എന്ന് പറഞ്ഞാൽ അറിയാലോ, ക്ലോസ്ഡ് സ്പേസിനോടുള്ള ഭയം. അപ്പോൾ ഇദ്ദേഹത്തിന് ശരിക്കും പറഞ്ഞാൽ വലിയൊരു ഒഫീഷ്യൽ ആയതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് AC റൂംസിലൊക്കെ നിൽക്കേണ്ടി വരും, ക്ലോസ്ഡ് സ്പേസിലൊക്കെ ഒരുപാട് അദ്ദേഹത്തിന് നിൽക്കേണ്ടി വരും. പക്ഷേ അദ്ദേഹത്തിന് ഇതിലൊന്നും കയറാൻ പറ്റുന്നില്ല. അദ്ദേഹത്തിന് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം മൊത്തത്തിൽ അങ്ങ് ഡിപ്രസ്ഡ് ആയി. കാര്യം കൊളീഗ്സിൻ്റെ ഇടയിലൊക്കെ നാണക്കേട്, പറയാൻ പറ്റത്തില്ലല്ലോ, ഇത്രയും വലിയ പൊസിഷനിൽ ഇരിക്കുന്ന ആൾക്ക് ക്ലസ്ട്രോഫോബിയ എന്ന് പറയാൻ പറ്റുമോ? അപ്പം അദ്ദേഹം ശരിക്കും ഭയങ്കരമായിട്ട് വീർപ്പ് മുട്ടുമായിരുന്നു. 10 ഔട്ട് ഓഫ് 10 എന്ന പെയിൻ ലെവലിലാണ് അദ്ദേഹം എൻ്റെ അടുത്ത് തെറാപ്പിക്ക് വരുന്നത്. അപ്പോൾ ഇദ്ദേഹം വന്ന സമയത്ത് ഇങ്ങനെ നറേറ്റ് ചെയ്തപ്പോൾ അദ്ദേഹം വളരെ കഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ കാര്യം. അദ്ദേഹത്തിന് ഒരു AC ഉള്ള ഒരിടത്തും അദ്ദേഹത്തിന് പോകാൻ പറ്റണില്ല. ലിഫ്റ്റിൽ കയറാൻ അദ്ദേഹത്തിന് ബുദ്ധിമുട്ട്, വലിയ വലിയ ഹോട്ടൽസിൽ ചെന്ന് കഴിഞ്ഞാൽ താമസിക്കാൻ ബുദ്ധിമുട്ട്, അങ്ങനെ കിടന്ന് സ്ട്രഗിൾ ചെയ്യുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഹിസ്റ്ററി ഞങ്ങൾ ആദ്യം ഒരു ഇൻട്രോ മനസ്സിലാക്കിയതിന് ശേഷം ഇതെന്താണെന്ന് അദ്ദേഹത്തിന് ഇതൊന്നും അറിയില്ല. അപ്പം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എന്താ ചെയ്യണമെന്ന് വ്യക്തമായിട്ട് അദ്ദേഹത്തിന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. അതിനുശേഷം പതുക്കെ നമ്മൾ തെറാപ്പി സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇദ്ദേഹം വളരെ സ്കെപ്റ്റിക്കലാണ്. ഇദ്ദേഹത്തിന് ഈ പറയുന്ന ഇതിനോടൊന്നും തീരെ വിശ്വാസമുള്ള ആളല്ല. പ്രത്യേകിച്ച് സ്പിരിച്വാലിറ്റിയോടോ അങ്ങനെ ഈ പറയുന്ന പാസ്റ്റ് ലൈഫിനോടോ ഒന്നും താല്പര്യമില്ല. പക്ഷെ അദ്ദേഹം എൻ്റെ അടുത്ത് വന്നത് അത്ര ഗതിമുട്ടിയപ്പോഴാണ് വന്നത്. ഒരു സൊല്യൂഷൻ കിട്ടിയാലോ എന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. അപ്പം ഞാൻ പറഞ്ഞു ന്യൂട്രലായിട്ടിരിക്കാൻ പറഞ്ഞു. പ്രത്യേകിച്ച് ഒരു മുൻവിധിയില്ല, ന്യൂട്രലായിട്ടിരിക്കുക, മനസ്സിൽ എന്ത് വരുന്നു അതുപോലെ പറയാൻ പറഞ്ഞു. അപ്പം ഞങ്ങൾ അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് ഏകദേശം 4 സെഷൻസോളം അദ്ദേഹത്തിന് കൊടുത്തു. അപ്പോൾ കൊടുത്ത സമയത്ത് അദ്ദേഹം ക്ലസ്ട്രോഫോബിയയുടെ തീം വെച്ചിട്ടാണ് ഞങ്ങളിത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ അദ്ദേഹം നറേറ്റ് ചെയ്ത സ്റ്റോറി എന്താണെന്ന് വെച്ചാൽ, ഇദ്ദേഹം പണ്ട് കാലത്ത് ഒരു രാജകുമാരനായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അച്ഛനെയും അമ്മയും ശത്രുക്കൾ വന്ന് കൊന്നുകളഞ്ഞു. പണ്ട് നടക്കുന്ന കാലമാണ്. പണ്ടെന്ന് വെച്ചാൽ ആൻഷ്യൻ ടൈംസ് എന്നാണ് അദ്ദേഹം പറഞ്ഞ വാക്ക്. ആൻഷ്യൻ ടൈംസിൽ നടന്നൊരു സ്റ്റോറി എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മയും ശത്രുക്കൾ വന്ന് കൊന്നുകളഞ്ഞു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ നേരെ ശത്രുക്കൾ തിരിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ രാജ്യത്തിലുള്ള കുറച്ച് പേര് ചേർന്ന് ഇദ്ദേഹത്തെ 5 വയസ്സിലെങ്ങാണ്ട് ഇദ്ദേഹത്തിനെ രക്ഷിച്ച് ഇദ്ദേഹത്തെ കാട്ടിൽ കൊണ്ടുവന്ന് ആക്കി. ഈ 5 വയസ്സ് മുതൽ ഇദ്ദേഹം പിന്നെ വളർന്നത് കംപ്ലീറ്റ് കാട്ടിലെ അവിടെയുള്ള ഒരാളെ ഏൽപ്പിച്ചിരുന്നല്ലോ, അദ്ദേഹമാണ് ഇദ്ദേഹം വളർത്തിയത് മൊത്തം. അപ്പോൾ വളർത്തി ഒരു പരുവായപ്പോൾ, അതായത് 25ാമത്തെ വയസ്സെത്തിയപ്പോഴത്തേക്ക് ഈ രാജ്യത്തിലുള്ള ആൾക്കാർ തന്നെ രാജാവിനെ തിരിച്ചു വേണം എന്ന് പറഞ്ഞിട്ട് 25 വയസ്സായ രാജകുമാരനെ തിരിച്ചു വിളിച്ചുകൊണ്ട് പോയി. അദ്ദേഹം നല്ല രീതിയിൽ രാജ്യമൊക്കെ ഭരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വേറെ ഒരു കുഴപ്പമില്ല, ഹാപ്പി ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. 40ാമത്തെ വയസ്സിൽ ഇദ്ദേഹം നാട്ടിലെ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി റോന്ത് ചുറ്റാൻ വേണ്ടി ഇങ്ങനെ നടന്ന സമയത്ത് കുതിരപ്പുറത്തിരുന്ന അദ്ദേഹത്തിന് ഒരു വിഭാഗം ആൾക്കാർ, അതായത് ഈ ശത്രുക്കൾ തന്നെ പിടിച്ചുകൊണ്ട് പോയി ഒരു ഗുഹയ്ക്കുള്ളിലിട്ട് മൂടി. ഓക്കെ, അപ്പോൾ ഇതെല്ലാം നറേറ്റ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ പറയുമ്പോഴും വളരെ ലൈവായിട്ടിരുന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞത് നമ്മളൊരു സിനിമ കാണുന്ന പോലെയല്ല, സിനിമ കാണുന്നതിനേക്കാളപ്പുറം. ഇതൊരു അൺകോൺഷ്യസ് മൈൻഡിലാണോ പറയുന്നതൊക്കെ? അൺകോൺഷ്യസ് മൈൻഡിലല്ല, അദ്ദേഹം അലേർട്ട് തന്നെ. ഇതൊക്കെ പറയുമ്പോഴും അദ്ദേഹം അലേർട്ടാണ്. അലേർട്ട് ഫേസിൽ ഇരുന്നിട്ടാണ് അദ്ദേഹം ഇതെല്ലാം നറേറ്റ് ചെയ്യുന്നത്. അവിടെ ഉദ്ദേശിക്കണം സ്കെപ്റ്റിക്കലായിട്ടുള്ള ഒരാളായിരുന്നു അദ്ദേഹം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇദ്ദേഹം ഇതെല്ലാം നറേറ്റ് ചെയ്യുന്നുണ്ട്. ഇദ്ദേഹം പറയുന്നുണ്ട്, എന്നെ അകത്തിട്ട് ആ ഗുഹയുടെ വാതിൽ അവർ അടച്ചു കളഞ്ഞു. എന്നിട്ട് എന്തൊക്കെയോ ദ്രവ്യങ്ങൾ കൊണ്ട്, പണ്ട് പശയൊന്നുമില്ല, അപ്പൊ എന്തൊക്കെയോ ദ്രവ്യങ്ങൾ കൊണ്ട് പൂശുന്നുണ്ട്. ഒരു നേരിയ വെളിച്ചം പോലും അകത്തോട്ട് കയറാൻ പാടില്ലാത്ത രീതിയിൽ പൂശി വെക്കുന്നുണ്ട്. അകത്ത് വെളിച്ചമില്ല, എനിക്ക് ശ്വാസം മുട്ടണു. അപ്പൊ എന്തൊക്കെ അനുഭവിച്ചോ അതെല്ലാം എൻ്റെ ഫ്രണ്ടിലിരുന്ന ആ പേഷ്യന്റ് കാണിക്കുന്നുണ്ട്.
ഇതെല്ലാം കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന ബുദ്ധിമുട്ടുകൾ, ശ്വാസം കിട്ടാതെ വരുമ്പോൾ തൊണ്ടയിൽ പിടിക്കുന്നതെല്ലാം നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ചെയ്യുമ്പോഴും നമ്മൾ കാമാക്കാനുള്ള കാര്യങ്ങളും ഒരു തെറാപ്പിസ്റ്റ് എന്നുള്ളത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും. ഈ ഒരു അപ്പൊ ഇദ്ദേഹം ഇങ്ങനെ നറേറ്റ് ചെയ്തിട്ട് കുറച്ച് ബോഡി കുറച്ച് ക്ഷീണിക്കുമായിരിക്കും അല്ലേ ആ ടൈമിൽ? ക്ഷീണിക്കത്തില്ല. കാര്യം എന്ന് വെച്ചാൽ ഫുൾ എനർജിയിലാണ് ഇത് പറയുന്നത്. ക്ഷീണം എന്ന് പറയുന്നുണ്ടാവില്ല, പക്ഷെ ആ ഒരു ഇമോഷൻ കറക്റ്റ് ആയിട്ട് വരും. എന്തൊക്കെ അദ്ദേഹം ആ ഫേസിൽ അനുഭവിച്ചു അതെല്ലാം ഈ ഫേസിൽ വരും. അപ്പൊ ഇങ്ങനെ പറയുന്നുണ്ട്, എനിക്ക് ശ്വാസം മുട്ടുണ്ട്, എനിക്ക് ശ്വാസം കിട്ടണില്ല, വെളിച്ചം തീരെ ഇല്ല ആ ഗുഹയ്ക്കകത്ത്. അവിടെ കിടന്നു മരണപ്പെട്ടു. അതുവരെ ഡിസ്ക്രൈബ് ചെയ്തു. അപ്പോൾ എന്നിട്ട് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം, അപ്പോൾ നമുക്ക് അറിയാമല്ലോ, ആളെ കാണുമ്പോൾ അറിയാമല്ലോ എത്ര. അപ്പം ഞാൻ കുറച്ച് ബ്രീത്തിങ് എക്സസൈസ് ഒക്കെ കൊടുത്ത് ആളെ ഒന്ന് കാമാക്കി. അപ്പോൾ എന്നിട്ടും നമുക്ക് എന്ത് കാര്യവും നമുക്ക് വാലിഡേറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ ക്ലസ്ട്രോഫോബിയയുടെ റീസൺ ഇത് തന്നെയാണോ എന്നറിയാൻ ഞാൻ വീണ്ടും ഒന്നും കൂടി ട്രൈ ചെയ്തു. ഒന്നും കൂടി ഒരു മെത്തേഡ് ഒന്നും കൂടി ട്രൈ ചെയ്തു. അപ്പം അദ്ദേഹം പറഞ്ഞതാണ് എന്നെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ച് കളഞ്ഞത്. കുറച്ച് പേര് വന്ന് ഗുഹ തല്ലി പൊളിക്കുന്നുണ്ട്, ഗുഹയുടെ വാതിൽ പൊളിക്കുന്നുണ്ട്. പക്ഷേ പൊളിച്ച് അകത്ത് വന്നപ്പോൾ അവിടെ ഒരു അസ്ഥികൂടം കിടക്കണം. ഓ, ആ അസ്ഥികൂടം കിടക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വന്നൊരു ഞെട്ടലുണ്ട്. അപ്പോൾ അദ്ദേഹം അത് പറഞ്ഞു. അതിനുശേഷം നമ്മൾ പിന്നെ കാമാക്കി. അപ്പോൾ ക്ലസ്ട്രോഫോബിയയുടെ റീസൺ ഇത് തന്നെയാണ്, നമുക്ക് കിട്ടി, വാലിഡ് ആക്കി. നമ്മൾ അത് തന്നെയാണ് റീസൺ എന്നുള്ളത് നമ്മൾ വാലിഡേറ്റ് ചെയ്തു. അതിനുശേഷം അദ്ദേഹത്തിനെ ഒന്ന് കാമാക്കി എല്ലാം കഴിഞ്ഞ ശേഷം പിന്നെ നമ്മൾ റെസൊല്യൂഷൻസ് ഒക്കെ നമ്മൾ കൊടുക്കും, ട്രാൻസ്ഫോർമേഷന് വേണ്ടുന്ന സജഷൻസും കാര്യങ്ങളും എല്ലാം കൊടുക്കും. അതിൽ നിന്ന് ഉണർത്തി കൊണ്ടുവന്നപ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ പെർസെപ്ഷൻ കംപ്ലീറ്റ് ആയിട്ട് മാറി. ജീവിതത്തിനെ പറ്റിയുള്ള പെർസെപ്ഷൻ. കാര്യം എനിക്ക് ഇങ്ങനെ ഒരു പാസ്റ്റ് ഉണ്ടെന്ന് അറിയുന്നത് തന്നെ ഒരു ഭയങ്കര ഒരു ചേഞ്ച് അല്ലേ നമുക്ക് കൊണ്ടുവരും. ഞാൻ ഇന്ന രാജ്യത്തെ രാജകുമാരനായിരുന്നു എന്നുള്ളൊരു തിരിച്ചറിവ് വരുമ്പോൾ തന്നെ മൊത്തത്തിൽ ട്രാൻസ്ഫോർമേഷൻ ആണ് നമ്മുടെ. നമുക്ക് ഇതല്ലാതെ മറ്റൊരു ഇതും കൂടെ ഉണ്ടായിരുന്നുള്ളൂ. അതാണ് ശരിക്കും പറഞ്ഞാൽ റിയൽ ട്രാൻസ്ഫോർമേഷൻ. ഞാൻ ഉദ്ദേശിച്ചത് അതാണ്. അപ്പം അദ്ദേഹം തിരിച്ചു വന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ പെയിൻ ലെവൽ അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ, അപ്പം തന്നെ അദ്ദേഹം 0 out of 10 എന്നുള്ള പെയിൻ ലെവൽ പറഞ്ഞിട്ട് എനിക്ക് നല്ല റിലീഫുണ്ട്. കാര്യം ഈ റിലീഫിന് വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സാണ് ചെയ്താണ് നമ്മൾ ഇതിലോട്ട് കൊണ്ട് എത്തിക്കുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു നല്ല മാറ്റം ഉണ്ടെന്ന് പറഞ്ഞു പോയി. ഇനി നമുക്ക് നോക്കേണ്ടത് ഇദ്ദേഹത്തിന് എത്രത്തോളം ചേഞ്ച് വന്നിട്ടുണ്ടെന്നുള്ളത്. അതെ, ക്ലസ്ട്രോഫോബിയ വെച്ചാൽ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുന്നല്ല. ഈ പറയുന്ന സ്ഥലത്ത് പോയി അത് നോക്കിയാൽ മാത്രമേ അവർക്ക് അത് മനസ്സിലാവത്തുള്ളൂ. അപ്പം ഞാൻ 1 month കഴിഞ്ഞിട്ട് അദ്ദേഹത്തെ വീണ്ടും കോൺടാക്ട് ചെയ്തു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം വളരെ സന്തോഷത്തോടു കൂടിയാണ് സംസാരിച്ചത്. ആദ്യം ഉണ്ടായിരുന്നപ്പോഴുള്ള ആങ്സൈറ്റി പ്രശ്നങ്ങളൊന്നും ആ സംസാരത്തിലില്ല. നമുക്ക് ഈ ഒരു ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഡീൽ ചെയ്യുന്ന ആളായതുകൊണ്ട് നമുക്കറിയാം ഒരാളുടെ സംസാരത്തിൽ നിന്ന് തന്നെ അവർ എത്രത്തോളം മെന്റലി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇതേ സംസാരിച്ചപ്പോൾ തന്നെ വളരെ വലിയ ചേഞ്ച്. അതിൻ്റെ കൂട്ടത്തിൽ ഇദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ, ഇദ്ദേഹത്തിന് കാറിൽ സഞ്ചരിക്കാൻ ഇപ്പോൾ ബുദ്ധിമുട്ടില്ല. പല ഇടത്തും അദ്ദേഹം ട്രൈ ചെയ്ത് നോക്കി, പഴയ പ്രശ്നങ്ങളൊന്നും തന്നെ അദ്ദേഹത്തിനില്ല. അപ്പം ഈ ഒരു ചേഞ്ച് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നിനും കൊടുക്കാൻ പറ്റുന്ന ഒരു ചേഞ്ച് അല്ല. അത് നമുക്ക് ഇതിലൂടെ മാത്രം നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു മാറ്റമാണ്.